ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളതെന്നാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് വേണ്ടത് നമ്മളുടെ സെയിൽ എഗ്രിമെൻ്റ് ആണ്, വസ്തു വിൽപ്പന കരാർ. അതിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് എത്ര മാസത്തിനുള്ളിൽ സെയിൽ ചെയ്യും, എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യും, എത്ര രൂപ അഡ്വാൻസ്, അതെല്ലാം വെച്ചിട്ടാണ്. ഒപ്പം 2 സാക്ഷികളും. അപ്പോൾ സെയിൽ എഗ്രിമെൻ്റ് ആണ് ആദ്യം നമുക്ക് വേണ്ടത്. അതിനുശേഷം നമുക്ക് വേണ്ടത് നമ്മളുടെ ആധാരം. ഇപ്പോൾ കൊടുക്കുന്ന ആളാണെങ്കിൽ അയാൾ വാങ്ങിച്ച ആളുടെയും ആയിട്ടുള്ള ആധാരം, പിന്നെ അതിനുള്ള മുന്നാധാരവും നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അത് രണ്ടും, ആധാരവും മുന്നാധാരവും നമുക്ക് കൊടുക്കണം. അതിനുശേഷം വേണ്ടത് എൻകുംബ്രൻസ് സർട്ടിഫിക്കറ്റ് ആണ്. അത് ഇപ്പോൾ ബാങ്ക് ലോണായിട്ടാണ് എടുക്കുന്നതെങ്കിൽ 30 ഇയേഴ്സിലേക്ക് 30 വർഷത്തെ വേണം. ഇപ്പോൾ അല്ലെങ്കിൽ 25 വർഷം, രജിസ്ട്രേഷൻ്റെ സമയത്ത് 25 വർഷമാണ് അവർ സാധാരണ ചോദിക്കാറ്. ബാങ്ക് ലോണൊക്കെ എടുക്കുകയാണെങ്കിൽ അവർ 30 വർഷത്തെ ആയിരിക്കും ചോദിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ROR ആണ്, തണ്ടപ്പേർ അക്കൗണ്ട്. ROR സർട്ടിഫിക്കറ്റ് ആണ്. ഇത് നമുക്ക് കിട്ടുന്നത് വില്ലേജ് ഓഫീസിൽ നിന്നാണ്. വില്ലേജ് ഓഫീസിൽ നമ്മൾ അപേക്ഷയുടെ കൂടെ ECയുടെ സർട്ടിഫിക്കറ്റ്, കരമടച്ച റെസിപ്റ്റ്, നമ്മുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയും കൂടെ വെച്ച് അപേക്ഷ എഴുതി വില്ലേജ് ഓഫീസിൽ ഒരു ഫീസ് ഉണ്ട്. ആ ഫീസും കൂടെ അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5 ദിവസത്തിനുള്ളിൽ ROR കിട്ടും. ഇത് തണ്ടപ്പേർ അക്കൗണ്ട് എന്നും പറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണില്ലേ, അതുപോലെ ആയിരിക്കും നമുക്കത് കിട്ടുക. ഭൂമിയുടെ വിവരങ്ങൾ എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്ഥലം വാങ്ങിക്കാൻ നേരത്തും ആ ഒരു വിവരങ്ങൾ വെച്ചിട്ട് നമുക്ക് ജെന്യൂനിറ്റി നമുക്ക് ഒരു പരിധിവരെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് പൊസഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഇത് നമുക്ക് കിട്ടുന്നത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി നമുക്ക് കിട്ടും. അവിടെയും ഇതുപോലെ തന്നെ ആധാരത്തിൻ്റെ കോപ്പി, ആധാർ കാർഡിൻ്റെ കോപ്പി, കരമടച്ച റെസിപ്റ്റ്, ബിൽഡിംഗ് ടാക്സിൻ്റെ റെസിപ്റ്റ്, ഇതെല്ലാം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു 5 ഡേയ്സിനുള്ളിൽ ഓൺലൈനായിട്ട് നമുക്കിത് ചെയ്ത് കിട്ടും. പിന്നെ നമുക്കുള്ളതാണ് തണ്ടപ്പേർ അക്കൗണ്ട് നമ്പർ. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ആ ഒരു പേജ്, അത് നമുക്ക് കിട്ടുന്ന വില്ലേജ് ഓഫീസിലെ രജിസ്ട്രിയിൽ നിന്ന് കിട്ടുന്നതാണ്. ആ തണ്ടപ്പേർ കണക്ക് അത് വില്ലേജ് ഓഫീസിൽ അപേക്ഷയുടെ കൂടെ, ഇപ്പോൾ ഈ ROR കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ തണ്ടപ്പേറിൻ്റെ നമ്പറിന് വേണ്ടിയിട്ടും അപേക്ഷ കൊടുക്കാം. അത് ഒരു ദിവസത്തിൽ തന്നെ നമുക്കത് കിട്ടും. തണ്ടപ്പേർ കണക്ക് നമുക്ക് ഒരു ദിവസത്തിൽ തന്നെ കിട്ടും. അത് നമ്മുടെ ആ രജിസ്ട്രിയിൽ നിന്ന് അവർ പകർത്തി എഴുതി തരുന്നതാണ്. അതും നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടും. പിന്നെ കിട്ടുന്ന ലൊക്കേഷൻ സർട്ടിഫിക്കറ്റാണ് നമുക്ക് വേണ്ടത്. അത് നമുക്ക് കിട്ടുന്നത് വില്ലേജ് ഓഫീസിൽ നിന്ന് തന്നെയാണ്. ഒപ്പം സ്കെച്ചും ഉണ്ടാവും. വില്ലേജ് ലൊക്കേഷൻ ആൻഡ് സ്കെച്ച് സർട്ടിഫിക്കറ്റ് ആണ്. ലൊക്കേഷൻ സർട്ടിഫിക്കറ്റിനും സ്കെച്ചിനും നമ്മൾ വില്ലേജ് ഓഫീസിൽ ഇതുപോലെ തന്നെ അപേക്ഷ കൊടുക്കണം. അപ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്ന് അതോറിറ്റീസ് വന്ന് ലൊക്കേഷനിൽ വന്നിട്ട് നമ്മളുടെ ഇത് നോക്കി നമുക്കത് തരും. അതും ഒരു 5 ഡേയ്സ്, 5 ദിവസത്തിൽ നമുക്കത് കിട്ടും. അതിനും ഒരു ഫീസ് അടച്ച് നമ്മൾ അപ്ലൈ ചെയ്യണം. പിന്നെ നമുക്ക് വേണ്ടതാണ് വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ്. ഈ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റും വില്ലേജ് ഓഫീസിൽ നിന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതിനൊരു നിശ്ചിത തുക ഫീസുണ്ട്. ആ ഫീസും അപേക്ഷാ ഫോമും കരമടച്ച റെസിപ്റ്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. ഇതും 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് കറണ്ട് ബില്ലാണ്. KSEBിയിലെ നമ്മളുടെ ലാസ്റ്റ് കറണ്ട് ബില്ലാണ്. നമ്മുടെ പേരിലുള്ള, വിൽക്കുന്ന ആളാണെങ്കിൽ നമ്മുടെ പേരിലുള്ള, ഓണറിൻ്റെ പേരിലുള്ള കറണ്ട് ബില്ല് വേണം. അത് ഇതുപോലെ തന്നെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടോ എന്തെങ്കിലും ഫോട്ടോ കോപ്പി എടുത്ത് വയ്ക്കാം. അതുപോലെ തന്നെ പിന്നെ വേണ്ടത് കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് കണക്ഷനൊക്കെ ഉള്ളതാണെങ്കിൽ അതിൻ്റെ നമ്മുടെ ഫൈനലായിട്ട് നമ്മൾ അടച്ച വാട്ടർ ബില്ല്, അതും നമ്മുടെ പേരിലുള്ള വാട്ടർ ബില്ല്, ഓണറിൻ്റെ പേരിലുള്ള വാട്ടർ ബില്ല്, ഇത്രയാണ് നമുക്ക്
രജിസ്ട്രേഷൻ സമയത്ത് വേണ്ടത്. ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മുടെ ആധാരം, മുന്നാധാരം, EC 25 അല്ലെങ്കിൽ 30 വർഷത്തെ, ROR സർട്ടിഫിക്കറ്റ്, പൊസഷൻ സർട്ടിഫിക്കറ്റ്, തണ്ടപ്പേർ അക്കൗണ്ട്, ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്, അതിൻ്റെ സ്കെച്ച്, പിന്നെ നമ്മുടെ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മുടെ കറണ്ട് ബില്ലും വാട്ടർ ബില്ലും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.